ജനാധിപത്യ രാജ്യത്ത് അത് കണക്കാക്കണം, അത് മനസ്സിലാക്കണം, അതിനനുസരിച്ചുള്ള പക്വത പൊതുപ്രവർത്തകർ കാണിക്കണം. അതുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. 2019 ഒക്ടോബർ മുതൽ നിങ്ങൾ ഇങ്ങനെ പൊതുപ്രവർത്തകരോട് ചോദിച്ചല്ലോ കുറെ ചോദ്യം. ഇടതുപക്ഷത്തിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര സംവിധാനം ചെയ്തല്ലോ. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി നമ്മൾ കണ്ടില്ലേ? സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ കണ്ടല്ലോ. എത്രയോ ചോദിച്ചു. ഇടതുപക്ഷം തീർന്നു എന്ന് പറഞ്ഞ് ഇതുപോലെ എത്ര തവണ കൗണ്ടർ പോയിന്റ് താങ്കൾ ചർച്ച നടത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? വർദ്ധിത വീര്യത്തോടെ ഇടതുപക്ഷം ശക്തി തെളിയിച്ചു. ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞ പത്രമുത്തശ്ശിയും അതിന്റെ ബന്ധുക്കളും ഇത്തരം നിരന്തരം ചോദ്യം ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ മറുപടി പറയേണ്ടി വരും. ഞാൻ ആശമാർ ഇതുപോലെ തന്നെ കേരളത്തിൽ സമരം ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ തൊട്ടായ സംസ്ഥാനമായ കർണാടകയിൽ സമരം ചെയ്തു. കോൺഗ്രസ് ആണ് അധികാരത്തിലിരിക്കുന്നത്. സമാനമായ രീതിയിലുള്ള സമരം. അവർക്ക് ഓണറേറിയം കൂട്ടണമെന്ന് അവർക്ക് 5000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇവരെ സമരം ചെയ്ത സമരത്തിന്റെ സമയത്ത് മുഖ്യമന്ത്രി അവിടുത്തെ ആരോഗ്യ സെക്രട്ടറി വിട്ട് അവരെ വിളിച്ചു വരുത്തി അവരോട് സംസാരിച്ച് നിങ്ങളുടെ ഓണറേറിയം 5000 എന്നുള്ളത് 10000 ആക്കുമെന്ന് പറഞ്ഞ് അവർക്ക് ചായയും ലഘുഭക്ഷണവും കൊടുത്ത് തിരിച്ചയച്ചു. ഒരു എം എൽ എ വന്ന് ഇത്ര പച്ചയായ നുണ പറയുകയാ. ഈ കർണാടകത്തിൽ വലിയ സമരം നടന്നു. 5000 10000 ആക്കി എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം കർണാടകയിൽ അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗത്തിന്റെ 148ാമത്തെ പാരഗ്രാഫ് ഞാൻ നിഷയ്ക്ക് അയച്ചിട്ടുണ്ട്. നേരത്തെയും ഞാൻ അയച്ചതാണ്. The honorarium of ASHA workers will be enhanced by Rs 1000 by providing term-based incentive. 5000 നിന്ന് 6000 രൂപയാക്കും എന്നതാണ് കർണാടകത്തിൽ അവിടെ പ്രഖ്യാപിച്ചത്. ഇപ്പോഴും 5000 രൂപ മാത്രമാണ് കിട്ടുന്നത്. എന്നിട്ട് 10000 ആക്കിയെന്ന് പച്ചക നുണ വന്ന് പറയുകയാ. എന്തെങ്കിലും ഒരു ആധികാരിക രേഖ തരുമോ? ഇത് കർണാടകത്തിലെ ബജറ്റ് പ്രസംഗത്തിന്റെ പാരഗ്രാഫാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ തൊട്ടടുത്ത തെലങ്കാന ഉണ്ടല്ലോ, അവിടെയോ ഈ കർണാടകത്തിൽ തന്നെ മന്ത്രിമാരുടെ MLA ശമ്പളം 5 ലക്ഷമാക്കി മാറ്റി. അത് കേരളത്തിലാണ് 1 രൂപ വർദ്ധിപ്പിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഒരു ദിവസം ശമ്പളം വൈകിയതിന് എത്ര ദിവസം ഇവിടെ ചർച്ച നടത്തി, സമരം നടത്തി? കേരളത്തിൽ തെലങ്കാനയിൽ 17 ദിവസമായി ശമ്പളം കൊടുത്തിട്ട് ആ ശമ്പളം കൊടുക്കാൻ ഇല്ലെന്ന് പറയുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം കേരളം എന്ന് വാർത്തയാണ്, ന്യൂസ് മിനിറ്റിലെ വാർത്തയാണ് ഞാൻ വായിക്കുന്നത്. ശ്രീ അരുൺകുമാർ, Asha workers across Karnataka have called off their indefinite strike after Chief Minister Siddaramaiah announced a fixed monthly honorarium of rupees 10,000 along with assurances to address their other demands. ഈ 2025 ജനുവരി 11 വന്നിരിക്കുന്ന പത്രവാർത്തയാണ്. യെസ്, അതിനുശേഷം ഫെബ്രുവരിയിൽ ബജറ്റ് അവതരിപ്പിച്ചു. ആ വായിച്ചത് ജനുവരിയിലെ പത്രവാർത്ത. അവിടുത്തെ മനോരമയായിരിക്കും. അതായത് ബജറ്റിൽ അലോട്ട് ചെയ്യാതെ എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇന്ന് നിയമസഭയിൽ MP രാജേഷ് പറഞ്ഞില്ലേ, UDF 2016 അംഗൻവാടി വർക്കേഴ്സിന്റെ ശമ്പളം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഓണറേറിയം 5000 രൂപ വർദ്ധനവ്. അതിന് ബജറ്റിൽ ഒരു അലോക്കേഷനും വെച്ചില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഫണ്ടെന്ന് പറഞ്ഞ് പോയി. പിന്നീട് LDF വന്നിട്ട് ചെയ്യേണ്ടി വന്നു. ഇത് കോൺഗ്രസിന്റെ സ്ഥിരം നമ്പറാണ്. നിർബന്ധ ബുദ്ധിയും ശാഠ്യവുമാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ചർച്ച ഒത്തുതീർപ്പാക്കാൻ എന്തെങ്കിലും വ്യവസ്ഥകൾ ഈ സമരക്കാരുടെ മുന്നിൽ വെച്ചിരുന്നു? മന്ത്രി കഴിഞ്ഞ ദിവസം വിളിച്ച ചർച്ചയിൽ കേരളത്തിൽ എന്തെങ്കിലും ഒത്തുതീർപ്പ് വ്യവസ്ഥ വെച്ചിട്ടുണ്ടോ? യെസ്. അപ്പൊ താങ്കൾ തെലങ്കാനയിലേക്ക് കടന്നില്ല. യെസ്, താങ്കൾ തെലങ്കാനയിൽ 17 ദിവസമായി ശമ്പളം കൊടുക്കാത്ത കോൺഗ്രസ് ഗവൺമെന്റിൽ കടന്നില്ല. കർണാടകത്തിൽ MLA MP മന്ത്രിമാർക്ക് 5 ലക്ഷം ആക്കിയത് വിട്ടു. ഞാൻ പറയാം, ചോദ്യത്തിന് ഉത്തരം പറയാം. ഇവിടെ ആദ്യം 10/2 സമരം തുടങ്ങിയത്. ആദ്യം 15/2 ചർച്ചയ്ക്ക് വിളിച്ചു. മിഷൻ ഡയറക്ടറാണ് ചർച്ച നടത്തിയത്. അന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മന്ത്രിമാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തണം. 16/2 മന്ത്രിയായി കൂടിക്കാഴ്ച നടത്തി. ആ ചർച്ചയിൽ പറഞ്ഞു നിങ്ങൾ ഉന്നയിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങൾ കേന്ദ്രം പരിഗണിക്കേണ്ടത് ഇന്നത്, കേരളം പരിഗണിക്കേണ്ടത് ഇന്നത്. കേരളം പരിഗണിക്കേണ്ടതിൽ ഇൻസെന്റീവ് കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിന് 7-ാം തീയതി തന്നെ, ഫെബ്രുവരി 7-ാം തീയതി തന്നെ 2 അംഗ കമ്മീഷനെ വെച്ചിരിക്കുന്നു. 2 ആഴ്ച സമയം കൊടുത്തിരിക്കുന്നു. അത് പഠിച്ച് റിപ്പോർട്ട് കിട്ടിയാൽ ഓണറേറിയം കുടിശ്ശിക തരുമെന്ന് പറഞ്ഞു. 20/2 തന്നെ ആ റിപ്പോർട്ട് വന്നു. അത് പരിശോധിച്ച് 27/2 ഈ കേരളത്തിലെ മുഴുവൻ ആശാ വർക്കേഴ്സിനും ഉള്ള ഓണറേറിയം കുടിശ്ശിക വിതരണം ചെയ്തു കഴിഞ്ഞു. രണ്ടാമത് ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴും ആ മുദ്രാവാക്യങ്ങൾ ഓരോന്നായി ചർച്ച ചെയ്തു. അതിൽ കേരളത്തിന് പരിഗണിക്കാൻ കഴിയുന്നത്, കേന്ദ്രത്തിന് പരിഗണിക്കാൻ കഴിയുന്നത് കൃത്യമായി വിലയിരുത്തി പറഞ്ഞു. കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ ആ സമയത്ത് കേരളം വർദ്ധിപ്പിക്കും. ആശാ വർക്കർമാരോട് നിങ്ങൾ ഈ കാണിക്കുന്ന നീതികേട് എന്തടിസ്ഥാനത്തിൽ? നിങ്ങളുടെ പൊളിറ്റിക്കൽ ഈഗോയാണ്. എന്താണ് പൊളിറ്റിക്കൽ ഈഗോ? ആശാ അമ്മമാരുടെ മുമ്പിലൊക്കെ ഞങ്ങൾ മുട്ടുമടക്കേ. ഈ ധിക്കാരമാണ്. ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറയുകയാണ്, കേരളത്തിലെ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ ഒരു സ്നേഹമില്ല, അതുപോലെ ബഹുമാനമില്ല. BJP വർഷങ്ങളായിട്ട് ഭരിക്കുന്ന രാജസ്ഥാനിൽ ഓണറേറിയം 2000. അവിടെ സ്നേഹം ഇങ്ങനെ നിറഞ്ഞൊഴുകയാ. BJP തന്നെ വർഷങ്ങളായിട്ട് ഭരിക്കുന്ന UP, അവിടെ ഓണറേറിയം 2000. അവിടെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക. ബീഹാറിൽ 3000 രൂപ ഓണറേറിയം. അല്ല, നിങ്ങൾ കറക്റ്റാണ്. ഇതൊന്നും ജനങ്ങൾ കേൾക്കരുത്. ഇതൊന്നും ഘട്ട ന്യായീകരണമായിട്ട് ഇങ്ങനെ കാലത്തൊട്ട് വൈകുന്നേരം വരെ. താങ്കളുടെ സമയമാണ്, പറയും. കേരളത്തിലെ കാര്യം പറ. എന്റെ സമയമാണെങ്കിൽ ആങ്കർ അനുവദിക്കണം. ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാൻ ഇദ്ദേഹം സ്ഥിരം പരിപാടിയാ. ഞാൻ കൃത്യമായി പറയാമെന്നാണ് ഈ പറഞ്ഞു പോകും. ഉല്ലാസ് ബാബു വരട്ടാൻ നിൽക്കൊന്നും വേണ്ട. രാജസ്ഥാനിൽ 2000. അവിടെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞു കഴിയുന്നു.
ഗുജറാത്തിൽ 2000 BJP തന്നെ ഭരിക്കുന്നു, സ്നേഹം നിറഞ്ഞൊഴുകുന്നു. ബീഹാറിൽ 3000, UP 2000, ഇവിടെയൊക്കെ സ്നേഹവും ബഹുമാനം നിറഞ്ഞൊഴുകുന്നു. കേരളത്തിൽ 7000 രൂപ കൊടുക്കുമ്പോ ഈ കേരളത്തെ കുറിച്ച് നുണ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ ജനം കാണുന്നുണ്ട്. 3 തവണ നിങ്ങളുടെ MP കൊട പോയി, വടി പോയി, പാട്ടുപാടി, ഡാൻസ് ചെയ്തു. എന്നിട്ട് എന്തിയെ ഈ JP നന്ദയെ ഒരു കോള് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഒരു 5 പൈസ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇപ്രഗേറ്റിംഗിലൂടെ നിങ്ങളുടെ K. സുരേന്ദ്രൻ, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ചാടിക്കിടന്നല്ലോ. എന്തിയെ നിങ്ങൾ ആവശ്യപ്പെട്ടോ കേന്ദ്രത്തോട് ഒരു 5 പൈസ വർദ്ധിപ്പിക്കാൻ? ഓണറേറിയം സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിൽ ഇൻസെന്റീവ് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളതല്ലേ? 13,200 രൂപ കൊടുക്കുമ്പോൾ അതിൽ 9,600 ഈ സംസ്ഥാന ഗവൺമെന്റാണ് കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും അങ്ങനെ കൊടുക്കുന്ന സാഹചര്യമില്ല. ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് നയാ പൈസ വർദ്ധിപ്പിക്കാൻ ശേഷിയില്ലാത്തവർ, അതിനുവേണ്ടി ശ്രമിക്കാത്തവർ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ കുഴപ്പമാണ്, ഇത് കേന്ദ്രത്തിന്റെ കുഴപ്പമാണ്, കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ കുഴപ്പമാണ്, ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ഇന്ന് രാവിലെ വിമാനത്താവളത്തിലെത്തിയ മന്ത്രി വീണ ജോർജ് വളരെ ക്ഷുഭിതയായാണ് സംസാരിച്ചത്. എന്തിനാണ് മന്ത്രി ശരിക്കും ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ പഴിക്കുന്നത്? മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊരു കേന്ദ്ര സ്കീമുമാണ്. ആ സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് 1.72% ആകെയുള്ള ആശാ വർക്കേഴ്സിന്റെ 1.72% ആശാ വർക്കേഴ്സ് കഴിഞ്ഞ 39 ദിവസമായിട്ട് സമരം നടത്തുന്നു. ആ സമരത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇൻസെന്റീവ് എന്നൊരു വാക്ക് ഈ സമരത്തിന്റെ നേതൃത്വം ഉന്നയിക്കുന്നില്ല. അവർക്ക് ഹോണറേറിയം സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങളുടെ വിഷയം പരിഗണിച്ചാൽ മതി എന്ന് മാത്രമാണ് പറയുന്നത്. ചില പത്രക്കാരെങ്കിലും ചോദിച്ചു, എന്തുകൊണ്ട് കേന്ദ്രം നിങ്ങളുടെ ആവശ്യം ഏതെങ്കിലും ഒന്ന് പരിഗണിക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടാത്തത് എന്ന് ചോദിക്കുമ്പോൾ കേന്ദ്രം ഒന്നും പരിഗണിക്കേണ്ടെന്നാ പറഞ്ഞത്. ഇന്നലെ മിനിഞ്ഞാന്നുമെല്ലാം ആശാ വർക്കേഴ്സിന്റെ ഇപ്പൊ സമരം നടത്തുന്ന നേതാക്കന്മാർ ഞങ്ങളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറയുന്നത്, കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും വേണ്ട, സംസ്ഥാനത്ത് നിന്ന് മാത്രം മതി എന്നതാണ്. ഒരു കേന്ദ്ര സ്കീമാണെന്നും ആ സ്കീമിൽ എന്തെങ്കിലും തരത്തിൽ നയപരമായിട്ടുള്ള തീരുമാനമെടുക്കാൻ കേന്ദ്രത്തിനാണ് കഴിയുക എന്നും കഴിഞ്ഞ 39 ദിവസമായി മാറിയും മറിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇടയ്ക്ക് മാത്രമാണല്ലോ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്തത്. ഇവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കാനും അവർക്ക് സാലറി കിട്ടാനും അവർക്ക് പെൻഷനറി ബെനിഫിറ്റ് കിട്ടാനും റിട്ടയർമെന്റ് ബെനിഫിറ്റ് കിട്ടാനും അതുപോലെ തന്നെ മിനിമം വേജ് ആക്ടിന്റെ പരിധിയിൽ ഇവരെ കൊണ്ടുവരാനും എല്ലാം കേന്ദ്രം തന്നെ തീരുമാനിക്കണം. കൃത്യമായി സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാന്യമായിട്ട് ഓണറേറിയം കൊടുക്കുക എന്നതാണ് ചെയ്യാവുന്ന കാര്യം. അതിൽ ഇന്ത്യയിലെ മറ്റ് 28 സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച ഓണറേറിയം കൊടുക്കുന്നു, മറ്റു തരത്തിൽ നല്ല പരിഗണന കൊടുക്കുന്നു. അതുപോലെ തന്നെ അവർ ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ കൃത്യമായി ചർച്ച നടത്തി പരിശോധിച്ച് പരിഗണിച്ച് അവർക്ക് ആശ്വാസകരമായിട്ടുള്ള നടപടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നിയമസഭയിൽ തന്നെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഒരു ഉത്തരവ് ഉയർത്തിക്കൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഈ സമരം തുടങ്ങിയത് 10/2/2025 12/2/2025 സമരം തുടങ്ങി 2-ാം ദിവസം തന്നെ ഹോണറേറിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ഇവർക്ക് ഈ ഹോണറേറിയം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് 10 മാനദണ്ഡമുണ്ട്, 5 മാനദണ്ഡമുണ്ട് എന്ന രൂപത്തിൽ ഇവർ നടത്തുന്ന പ്രചാരണമെല്ലാം അത് ഒറ്റ മാനദണ്ഡങ്ങൾ പോലും ഇല്ല. ഒരു മാനദണ്ഡവും ഇല്ലാതെ ഹോണറേറിയം കിട്ടുന്ന ഉത്തരവ് 12/2/2025 പാസാക്കി പുറത്തു വന്ന വിവരമെല്ലാം മന്ത്രി പറയുണ്ടായി. അപ്പോൾ ഈ സമരം എന്തിനു വേണ്ടിയിട്ടാണ്? സമരമുദ്രാവാക്യം എന്തിനു വേണ്ടിയിട്ടാണ്? ആ സമരമുദ്രാവാക്യം അഡ്രസ് ചെയ്യേണ്ടത് കേന്ദ്രമാണോ സംസ്ഥാനമാണോ? സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്ന ഏത്, കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്നത്? ഇതൊക്കെ പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ ചില കണ്ണടച്ച് ചില വസ്തുതകൾ മറച്ചു വെച്ച് ഇവിടെ സംസ്ഥാന ഗവൺമെന്റിനെതിരെ വലിയ BJP ഡൽഹി യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തെ തുടർന്ന് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ പഴിക്കുന്നത് എന്തിനാണ്? ഡൽഹി യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദം ഉണ്ടായിട്ടില്ല. ഡൽഹി യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ ഓഫീസ് ഒരു ലെറ്റർ പാടും പുറത്തുവിട്ടിട്ടില്ല, ഒരു സന്ദേശവും മാധ്യമങ്ങൾക്ക് തന്നിട്ടില്ല. അവിടെ നേരത്തെ നിശ്ചയിച്ച ഒരു പരിപാടിയുമായിട്ട് പോകുന്നു. 10-37 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ സാഹചര്യത്തിൽ ഈ മന്ത്രി ഡൽഹിക്ക് പോകുമ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനും ഈ വിഷയങ്ങൾ സംസാരിക്കാനും സ്വാഭാവികമായിട്ട് നടത്തുന്ന ശ്രമം, അത്തരത്തിൽ 2 കത്ത് റെസിഡൻസ് കമ്മീഷണർ മുഖേനയും മന്ത്രിയുടെ PS മുഖേനയും കത്ത് കൊടുത്തു. അത്തരത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ചു, കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ആ ശ്രമം പരാജയപ്പെട്ടു. കേന്ദ്രമന്ത്രി അനുവാദം കൊടുത്തില്ല. അതിന്റെ ഭാഗമായി ഡീറ്റെയിൽ റെപ്രസെന്റേഷൻ കൊടുത്തു തിരിച്ചു വന്നു. പക്ഷേ വലിയ ഊഹാപോഹങ്ങൾ വെച്ച് മാധ്യമങ്ങൾ നടത്തിയ പല രൂപത്തിലുള്ള പ്രചരണം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അടക്കം ചില യൂട്യൂബർമാരടക്കം നടത്തിയ നിശ്ചിതമായിട്ടുള്ള വിമർശനവും, മന്ത്രിക്ക് ഹിന്ദി അറിയില്ല, ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ തന്നെ ഭാഷ അറിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സമര പാരമ്പര്യമില്ല, അതുപോലെ പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യമില്ല എന്ന രൂപത്തിൽ വ്യക്തിപരമായിട്ട് ആക്രമിക്കാൻ നടത്തിയ നിരവധി ശ്രമങ്ങളുണ്ട്. അത് തെറ്റായ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ശ്രീ അരുൺകുമാർ, എന്തിനാണ് മന്ത്രി തെറ്റിദ്ധരിപ്പിക്കും വിധം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്? ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയില്ല. ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ നിയമസഭയിൽ സ്പീക്കർ തന്നെ പറഞ്ഞതാണ്
ആ ആരോഗ്യ മേഖലയിലെ സുപ്രധാനമായിട്ടുള്ള ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യൂബൻ വൈസ് പ്രസിഡന്റ് വരുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി അടക്കം അവിടെ സന്ദർശിക്കുമെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഡിസ്കഷൻ ഉണ്ടെന്നും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സ്പീക്കർ തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായി നേരത്തെ നിശ്ചയിച്ച പരിപാടി ഇവിടെ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടാണ് മന്ത്രി പോകുന്നത് എന്ന ഏതെങ്കിലും തരത്തിലൊരു റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് തന്ന പ്രസ്താവനയോ മറ്റ് മീഡിയയ്ക്ക് തന്നിരിക്കുന്ന റിപ്പോർട്ടോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കും. അത് വിവാദമാക്കുക എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യം. അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ദിവസങ്ങൾ ശ്രീ അരുൺകുമാർ രാവിലെ മുതൽ മന്ത്രി തെറ്റിദ്ധരിപ്പിക്കും വിധമാണ് പറഞ്ഞതെന്നുള്ളത് അങ്ങേക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ തുടക്കത്തിൽ അരുൺകുമാർ പറഞ്ഞത് കാര്യം ക്യൂബൻ പ്രതിനിധി സംഘത്തെ കാണാൻ വരുന്നു, പറ്റുമെങ്കിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ ശ്രമിക്കും, അത് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ ഇത് ആശമാർ നിരാഹാരം തുടങ്ങി, ഞാൻ ഉടനെ രാവിലെ വിമാനം പിടിച്ച് ഡൽഹിക്ക് പോകുന്നു, കേന്ദ്രമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഡൽഹി വിമാനത്താവളത്ത് ഇറങ്ങിയ ശേഷം ചോദിക്കുമ്പോഴും ഈ ക്യൂബൻ സംഘവുമായുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് ആരോഗ്യമന്ത്രി മിണ്ടുന്നില്ല. ഇവിടെ നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരുന്നോളൂ, കൃത്യമായിട്ട് ഉത്തരമൊക്കെ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ നിയമസഭയിൽ സ്പീക്കർ തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ ആരോഗ്യമന്ത്രി പങ്കെടുക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടും നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാനോ നിങ്ങൾക്കത് വാർത്തയാക്കാനോ ഒരു പ്രാധാന്യം ഇല്ലല്ലോ. ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും എല്ലാം കേന്ദ്രമാണ് ചെയ്യേണ്ടതെന്നും ഇന്നുവരെ ഇന്ത്യയുടെ പാർലമെന്റിൽ അംഗൻവാടി വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 രൂപ വർദ്ധിപ്പിക്കില്ലെന്നും അതുപോലെ കേന്ദ്രമന്ത്രി സമരപ്പന്തലിൽ വന്ന് വലിയ നാടകമൊക്കെ കാണിച്ച് 3 തവണ പോയിട്ടും ഇവിടെ JP നദ്ദ തന്നെ പറഞ്ഞു ഇപ്പോൾ ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ ഒരു പരിപാടി കേന്ദ്രത്തിന്റെ ഭാഗത്തില്ല എന്ന് പറയുമ്പോഴും കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് ചോദിക്കാൻ എന്താണ് കേന്ദ്രമന്ത്രി ഇങ്ങനെ പറഞ്ഞതെന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാന മന്ത്രി വരുമ്പോഴും കേന്ദ്രമന്ത്രി ഇത്തരം സമരം നടക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് കാണാൻ തയ്യാറാകാത്തെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾക്ക് ഇപ്പോഴും സംസ്ഥാന മന്ത്രിയെ നിങ്ങൾ ചർച്ച ഡൽഹി അറിയുന്ന എല്ലാവർക്കും അറിയാം, കേരളത്തിലെ റെസിഡന്റ് കമ്മീഷണർക്കും അറിയാം അത് നടക്കാനിടയില്ല എന്നുള്ളത്. 18-ാം തീയതിയും 19-ാം തീയതിയും കത്ത് കൊടുത്തു, കാണാൻ ശ്രമിച്ചു, കാണാൻ പറ്റിയില്ല. ഇപ്പൊ കണ്ടാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇതേ JP നദ്ദ പറഞ്ഞല്ലോ. കണ്ടാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന നമ്മൾ കണ്ടതല്ലേ. ആ പ്രസ്താവനയ്ക്കെതിരെ ഒരു ചോദ്യം ചോദിക്കാൻ കൈ വിറയ്ക്കും, അതുപോലെ നിങ്ങളുടെ മനസ്സ് വിറയ്ക്കും. നിങ്ങൾ ചോദിക്കില്ല. ഒരു മണിക്കൂർ കൗണ്ടർ പോയിന്റ് 2 മണിക്കൂറായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ പുറത്ത് വസ്തുതാന്വേഷണം ഉണ്ടാകും ജനാധിപത്യ രാജ്യത്ത്. അത് കണക്കാക്കണം, അത് മനസ്സിലാക്കണം, അതിനനുസരിച്ചുള്ള പക്വത പൊതുപ്രവർത്തകർ കാണിക്കണം. അതുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. 2019 ഒക്ടോബർ മുതൽ നിങ്ങൾ ഇങ്ങനെ പൊതുപ്രവർത്തകരോട് ചോദിച്ചല്ലോ കുറെ ചോദ്യം. ഇടതുപക്ഷത്തിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര സംവിധാനം ചെയ്തല്ലോ. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി നമ്മൾ കണ്ടില്ലേ? സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ കണ്ടല്ലോ. എത്രയോ ചോദിച്ചു, ഇടതുപക്ഷം തീർന്നു എന്ന് പറഞ്ഞ് ഇതുപോലെ എത്ര തവണ കൗണ്ടർ പോയിന്റിൽ താങ്കൾ ചർച്ച നടത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? വർദ്ധിത വീര്യത്തോടെ ഇടതുപക്ഷം ശക്തി തെളിയിച്ചു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതാണോ ശ്രീ അരുൺകുമാർ? ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ളത് തെളിയിക്കുന്ന കാര്യം അല്ല. നിങ്ങൾ ആ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞ പത്രമുത്തശ്ശിയും അതിന്റെ ബന്ധുക്കളും ഇത്തരം നിരന്തരം ചോദ്യം ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ മറുപടി പറയേണ്ടി വരും. കോൺഗ്രസിന്റെ അപ്പോയിന്റ്മെന്റ് നേടിക്കൂടായിരുന്നു എന്ന എന്റെ ചോദ്യത്തിനോട് ശ്രീ അരുൺകുമാർ. അതിലേക്ക് വരണമെങ്കിൽ എനിക്കെതിരെ ഇവിടെ ചർച്ച നടത്തിയുടെ മറുപടി പറഞ്ഞിട്ടേ ഞാൻ വരൂ. അതിന് എന്റെ സമയത്ത് എന്തു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറഞ്ഞേ? ഒരു INTUC-കാരനെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് അതിന്റെ തൊഴിലാളി വർഗത്തിന്റെ ഒരു INTUC-കാരനെ ഈ സമരത്തിൽ അണിനിർത്താൻ കഴിഞ്ഞോ? INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് എന്താ പറഞ്ഞേ? ഇത് ഇത് തൊഴിലാളികളെ ഉറ്റിക്കൊടുക്കുന്ന സമരമാണെന്ന്. APCC പ്രസിഡന്റും മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവൊക്കെ മത്സരിക്കുന്നുണ്ട്. ഇത് ഇത്രയും ചാനലുകൾ നിൽക്കുമ്പോൾ അവിടെ പോയി വലിയ സ്നേഹം കാണിക്കും. ഒരൊറ്റ INTUC-കാരനെ അണിനിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുപോലെ ലീഗ്, STI അവരുടെ സംഘടനയല്ലേ, ഒരു ലീഗുകാരനെ അണിനിർത്താൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോ ഇത് ആരാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് എന്നൊക്കെ ആർക്കും മനസ്സിലാവും കൃത്യമായിട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നിവേദനം കേന്ദ്രത്തിന് സമയത്ത് കൊടുത്തിട്ടുണ്ട്. നവംബർ മാസത്തിൽ കേന്ദ്രത്തിൽ പോയി ഈ ഇന്ത്യയിലെ മുഴുവൻ ആശാ വർക്കേഴ്സ് വലിയ സമരം നടത്തിയതാണ്. വലിയ സമ്മർദ്ദം പാർലമെന്റിന് അകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഭാഗമായി കേന്ദ്രം ഏതെങ്കിലും തരത്തിൽ നയപരമായ തീരുമാനമെടുത്താൽ മാത്രമേ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ കഴിയൂ എന്നുള്ള ബോധ്യമുണ്ട്. അതുപോലെ 636.88 കോടി രൂപയാണ് കേന്ദ്രം തരാനുള്ളത്. പാർലമെന്റിൽ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? കൃത്യമായിട്ട് അവിടെ ആ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ MP അവിടെ പ്രത്യേക പ്രമേയം അവതരിപ്പിച്ചില്ലേ? എന്തിനാ നിങ്ങൾ അത് ചോദിക്കാത്തത്? കോൺഗ്രസിന്റെ BJP-യുടെ പ്രതിനിധിയോട് ഒന്ന് ചോദിക്കണ്ടേ? ഈ കേരളത്തിന് തരാനുള്ള ബ്രാൻഡിങ്ങിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന തുക അത് കേരളത്തിന് കൊടുക്കേണ്ടതല്ലേ? ഒരു ചാനലും ചോദിക്കില്ല, ഒരു ആങ്കറും ചോദിക്കില്ല. കേന്ദ്രം എന്തുകൊണ്ട് തീരുമാനം ചോദിക്കില്ല. ഇവിടെ കേരളത്തിൽ
ചോദിക്കുന്നു. മുഖ്യമന്ത്രി ധനമന്ത്രിയെ കണ്ടത്, കേന്ദ്ര ധനമന്ത്രിയെ കണ്ടത്, സർക്കാരിന്റെ തന്നെ വിവരണം അനുസരിച്ച് അനൗപചാരിക കൂടിക്കാഴ്ച. ആ അനൗപചാരിക കൂടിക്കാഴ്ചയിൽ ഈ കിട്ടാനുള്ളതിനെ കുറിച്ച് പറഞ്ഞിരുന്നോ? എനിക്കറിയില്ല അവിടെ പങ്കെടുത്ത ഗവർണറോ മുഖ്യമന്ത്രിയോ കേന്ദ്ര പ്രതിനിധിയോ അതുപോലെ തന്നെ ഈ കേന്ദ്ര ധനകാര്യമന്ത്രിയോ എന്തൊക്കെയാണ് ചർച്ച ചെയ്തതെന്ന് പറഞ്ഞതായിട്ടുള്ള വിവരം എനിക്കില്ല. അങ്ങ് ഡൽഹിയിലുള്ളതുകൊണ്ട് എന്തോ വിവരം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണെന്ന് അജണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. എനിക്ക് അതിനെപ്പറ്റി അറിവില്ല. കേരളത്തിന്റെ പൊതു ആവശ്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പൊതു ആവശ്യത്തിൽ മാനവ വിഭവ സൂചികയിൽ വരുന്ന കാര്യങ്ങളും സുസ്ഥിര വികസന സൂചികയിൽ വരുന്ന കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കേരളത്തിന്റെ പൊതു ആവശ്യങ്ങളുണ്ട്. അത് ഏതൊക്കെയെന്ന് തരംതിരിച്ച് പറയാത്തിടത്തോളം കാലം നമ്മൾ ഈ ഊഹം വെച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ? അതിലേക്ക് പോകേണ്ടതുണ്ടോ? ഇവിടെ വിലാസ് ബാബുവിനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ ശ്രീ അരുൺകുമാർ? അയ്യോ, BJP പ്രതിനിധിയോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ലല്ലേ? അതെനിക്കറിയില്ലായിരുന്നു. ഈ കേന്ദ്രമന്ത്രിയൊക്കെ പോയി ഇത്രയും പാട്ടുപാടി ആ സമരത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ആ കേന്ദ്രത്തിൽ നിന്നാണ് ഇത്രയും വലിയ സ്കീം എന്നുള്ള കാര്യവും ₹1 വർദ്ധിപ്പിക്കണമെന്ന് ചോദിക്കാൻ അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ ചർച്ച ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് അറിയാത്ത സ്ഥിതിക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? അപ്പൊ ആ അജണ്ട ആരും പുറത്തുവിടാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിന്റെ വിവരം പുറത്തു വരാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്തു എന്നും പറഞ്ഞ് ഊഹാഭോഗം അടിച്ചിട്ട് എന്താ കാര്യം? കേരളത്തിന്റെ പൊതുവായ വികസനത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് നടന്നത്. അത് പടിപടിയായിട്ട് വരുമ്പോ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഇപ്പോൾ കേന്ദ്രം തരാനുള്ള പിടിച്ചു വച്ചിരിക്കുന്ന ഇൻസെന്റീവ് തരണം, അതുപോലെ തന്നെ NHMOയുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് തരണം. കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ ആനുപാതികമായിട്ട് കേരളം വർദ്ധിപ്പിക്കും. അല്ലെങ്കിൽ കേന്ദ്രം ഈ സ്കീം സംസ്ഥാനത്തിന് കൊടുക്ക്.